ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമവും വാർത്തകളിൽ നിറയുകയാണ്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഉയർത്തുന്നത്. ഒന്നിനും കൃത്യമായ കണക്കില്ല. ടെൻഡർ നടപടി പോലും പൂർത്തിയാക്കാതെ കരാറുകൾ നൽകുന്നു. സ്പോൺസർഷിപ്പ് തുകയ്ക്ക് പോലും കണക്കില്ല. അതിനിടെ ചെലവഴിച്ച തുക തിരിച്ചു നൽകിയെന്ന് ദേവസ്വം മന്ത്രി തന്നെ നിയമസഭയെ അറിയിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു തുക ലഭിച്ചിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ തുക എവിടെ പോയി? മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് പരിശോധിക്കാം. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അതായത് സെപ്റ്റംബർ 20-നാണ് പമ്പയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ശബരിമലയുടെ ഭാവി വികസന പദ്ധതികൾ കൂടി ചർച്ചയാകുമെന്നായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ? ഇതാണ് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാമ്പത്തിക സുതാര്യതയില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചെലവഴിച്ച തുകയെക്കുറിച്ച് കൃത്യമായ കണക്കുകളില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. വകയിരുത്തതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിരിക്കും. എന്നാൽ ഈ തുക എവിടെ നിന്നാണ് വന്നത്, ഒപ്പം ചെലവഴിച്ചത് എങ്ങനെയാണ് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ല. മറ്റൊന്ന്, ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ് പ്രധാനപ്പെട്ട കരാർ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ, അതാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പേര്. ഇവരെയാണ് പന്തൽ നിർമ്മാണം ഉൾപ്പെടെ ഏൽപ്പിച്ചിരിക്കുന്നത്. 38,500 ചതുരശ്ര അടിയിൽ ആധുനിക സംവിധാനങ്ങളുള്ള പന്തലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാർ സജ്ജീകരിച്ചിരുന്നത്. ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിവയൊക്കെ ഇതിൽ തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പന്തൽ നിർമ്മാണത്തിനുൾപ്പെടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊന്ന്, ഈ കരാർ നൽകിയത് 10% അധിക തുകയ്ക്കാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഊരാളുങ്കലിന് വേണ്ടി നേരത്തെ വകയിരുത്തിയ തുകയേക്കാൾ 10% അധിക തുകയ്ക്കാണ് ഈ കരാർ ഊരാളുങ്കലിന് നൽകിയിരിക്കുന്നത് എന്നാണ് ഈ സ്പെഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത്. GST ഇല്ലാത്ത ബില്ലുകൾ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് ചില ബില്ലുകളിൽ GST ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ച തുകയുടെ GST ഇൻപുട്ട് ക്രെഡിറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹോട്ടൽ ബില്ലുകളിൽ പലതിലും GST നമ്പർ ഇല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഇൻപുട്ട് ക്രെഡിറ്റായി കിട്ടേണ്ട തുക വാങ്ങാനാവില്ല. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് ഈ രീതിയിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഉപകരാർ നൽകിയതിൽ കണക്കുകളില്ല എന്നുള്ളതാണ്. സർക്കാർ കരാറുകൾ നൽകുന്നു, അതിന് പിന്നാലെ ഈ കമ്പനികൾക്ക് ഉപകരാർ നൽകാനുള്ള അനുമതിയൊക്കെ ഉണ്ട്. അങ്ങനെ നൽകിയ ഉപകരാറുകളിൽ ഒന്നും ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ. സ്വാഭാവികമായും ഈ കണക്ക് തിട്ടപ്പെടുത്താനാകാത്തതുകൊണ്ട് തന്നെ ഇതിൽ എത്ര ഫണ്ടാണ് ലഭിച്ചത്, അല്ലെങ്കിൽ ഇതിൽ എത്ര ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കലാപരിപാടികൾക്ക് വേണ്ടി ആകെ വകയിരുത്തിയ തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടത്തിയ കലാപരിപാടികൾക്ക് വേണ്ടി 8 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ 6 ലക്ഷം രൂപ, അധികമായി വന്ന 6 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു, ആർക്കാണ് ലഭിച്ചത്, ആർക്കാണ് നൽകിയത്, ഇക്കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് എവിടെ നിന്നു എന്ന് വന്ന കാര്യത്തിൽ പോലും ഈ റിപ്പോർട്ടിൽ പോലും ഒരു പരാമർശമില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ 6 ലക്ഷം രൂപ അധികമായി ചെലവഴിച്ചിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്ന് മാത്രം. മറ്റൊന്ന്, ഈ സ്പോൺസർഷിപ്പ് വരുമാനമാണ്. അതായത് ഈ സ്പോൺസർഷിപ്പ് വരുമാനം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഇതിന്റെ ചെലവ് അത് സ്പോൺസർഷിപ്പ് വഴി മാത്രം ഏറ്റെടുക്കണം എന്ന് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുന്നേ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിൽ സ്പോൺസർമാരായി വിലയിരുത്തിയത് കേരള ബാങ്കിനൊപ്പം ധനലക്ഷ്മി ബാങ്കിനെയുമായിരുന്നു. പ്രധാന സ്പോൺസേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും. ആദ്യഘട്ടത്തിൽ ഇവരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുകയും ചെയ്തു. അതുകൊണ്ട് ഈ തുക കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ്. അതായത് റിലീജിയൻ ആൻഡ് റിലീജിയസ് കൺവെൻഷൻ ഫണ്ട് എന്നൊരു ഫണ്ട്
സാധാരണഗതിയിൽ ദേവസ്വം ബോർഡുകൾ മാറ്റിവെക്കാറുണ്ട്. അപ്പം ഈ ഫണ്ട് ആദ്യഘട്ടത്തിൽ എടുക്കുകയും പിന്നീട് ഈ സ്പോൺസറുടെ തുക വരുന്ന മുറയ്ക്ക് ഈ തുക തിരിച്ചടിക്കാമെന്നുമായിരുന്നു അന്നുണ്ടാക്കിയ ധാരണ. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നു. മറ്റൊന്ന്, VIP-കളുടെ ഭക്ഷണ ചെലവിന് വേണ്ടി എത്ര തുക ചെലവഴിച്ചു എന്ന കാര്യത്തിലൊന്നും കൃത്യമായ കണക്കില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യത്തു നിന്നുള്ളവരൊക്കെ പങ്കെടുത്ത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശനൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ വന്നിറങ്ങിയതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ അങ്ങനെ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം അന്ന് സംസാരിക്കാൻ വൈകി എന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയരുകയും അതിന് മുകളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ വേദിയിൽ ഉൾപ്പെടെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ VIP ഏരിയയിൽ എത്ര ഭക്ഷണം വിളമ്പി, അതിന് അധിക ചെലവ് വന്നു, അല്ലെങ്കിൽ അതിൽ കണക്കിൽപ്പെടാത്ത തുക അവിടെയും ചെലവഴിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഊരാളുങ്കലിന് കരാർ നൽകിയിരുന്നു, അത് ടെൻഡറിൽ നൽകി. അതേപോലെ തന്നെ ഇത്തരത്തിൽ മരാമത്ത് പണികൾ പോലും നടപ്പാക്കിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഊരാളുങ്കലിന് ആകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് 4.04 കോടി രൂപയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 4.35 കോടി രൂപ ഇനിയും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുണ്ട്. ഇതിൽ 4.04 കോടി രൂപ നൽകാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയാണ്. ഇതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സംഗമത്തിന് ആകെ എത്തിയിട്ടുള്ളത് 4000 പേരാണ് എന്നാണ് സർക്കാരിന്റെ കണക്ക്. പക്ഷെ ഉച്ചഭക്ഷണം ലഭിച്ചവരുടെ കണക്ക് പറയുമ്പോൾ അത് 5000-ലേക്ക് എത്തുകയാണ്. ആകെ ചെലവ് 8 ലക്ഷം രൂപയായിട്ടും കണക്കാക്കുന്നു. അതായത് ഈ 1000 പേർ, 5000 4000 കുറയ്ക്കുമ്പോൾ 1000 പേർ, ഈ 1000 പേർ എവിടെ നിന്നെത്തി, ഇവർക്കുള്ള ചെലവ് എവിടെ നിന്ന് കണ്ടെത്തി എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകളെ കുറിച്ച് സെയ്ഫ് സൈനുലാബ്ദീൻ പറയും. സ്വർണ്ണപ്പാളി വിവാദം സംസ്ഥാന സർക്കാരിനെ CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതിന് പിന്നാലെയാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ വിവാദങ്ങൾ ആ പരിപാടി സംഘടിപ്പിച്ച ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരിനെയും CPM-നെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ നടത്തിപ്പ് സ്പോൺസർമാരെ കണ്ടെത്തി അത് നടത്തും എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സുതാര്യതയില്ല, കണക്കുകൾ കൃത്യമല്ല എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അത് ഓരോ മേഖല എടുത്ത് പറയുന്നുണ്ട്. ഇത് ഏത് മേഖലയിലാണ് ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടായത് എന്ന്. അവിടെ പന്തൽ നിർമ്മിക്കുന്നുണ്ട്. കൂറ്റൻ പന്തലാണ് നിർമ്മിച്ചത്. ഏതാണ്ട് 5000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പമ്പാ തീരത്ത് വലിയ ഒരു പന്തൽ നിർമ്മിക്കുന്നുണ്ട്. ആ പന്തൽ നിർമ്മിച്ചത് ടെൻഡർ വിളിക്കാതെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ ഒരു പദ്ധതി, ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അതിൻ്റെ ഔദ്യോഗിക നടപടിക്രമം എന്ന് പറയുന്നത് ടെൻഡർ വിളിച്ച് ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പന്തൽ നിർമ്മിക്കാൻ വേണ്ടി ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹസ്ഥാപനമായ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കാണ് അത് നൽകിയത് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് നൽകിയത് വഴി 10% അധിക തുക ദേവസ്വം ബോർഡിന് ഈ ചെലവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീടുള്ളത് മരാമത്ത് പണികളുമായി ബന്ധപ്പെട്ടാണ്. മരാമത്ത് പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതിനകത്ത് ടെൻഡർ വിളിച്ചിട്ടില്ല, ടെൻഡർ വിളിക്കാതെയാണ് ആ പരിപാടിയും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. VIP-കളുടെ ഭക്ഷണം അത് എത്ര രൂപ ചിലവായി എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. അന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്ന ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് 5000 പേര് കഴിച്ചിട്ടുണ്ട്. 5000 പേര് കഴിച്ചതിന് 8 ലക്ഷം രൂപ ചിലവായി എന്നാണ് കണക്ക് വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി വിശദീകരിച്ചത് 4000 പേർ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണം. അങ്ങനെ 4000 പേർ പങ്കെടുത്തു എന്ന് സർക്കാർ പറയുന്നു, 5000 പേർ ഭക്ഷണം കഴിച്ചു എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ 1000 പേരുടെ ഭക്ഷണത്തിൻ്റെ തുക എങ്ങോട്ട് പോയി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം.
പിന്നീടുള്ളത് ഉപകരാറുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഉപകരാറുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ടെൻഡർ വിളിച്ചിട്ടില്ല. അതിനകത്ത് ടെൻഡർ വിളിക്കാത്തത് കൊണ്ട് തന്നെ ചില നഷ്ടങ്ങൾ ആ ദേവസ്വം ബോർഡിന് ഉണ്ടാകും. പിന്നെ ബില്ലുകളുടെ കാര്യം, ബില്ലുകളൊന്നും കൃത്യമല്ല എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ബില്ലുകൾ GST ഇല്ലാത്ത ബില്ലുകളാണ് എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ GST ബില്ലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവിയിൽ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടമുണ്ടാകാം എന്ന് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനകത്ത് സുതാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം. പിന്നീടുള്ളത് ഈ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജനുവരി മാസം 28-ാം തീയതി ദേവസ്വം മന്ത്രിയായ VN വാസവൻ ഒരു മറുപടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചോദ്യത്തിന് ഒരു മറുപടി നിയമസഭയിൽ നൽകുന്നുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ധനലക്ഷ്മി ബാങ്കും അതുപോലെ തന്നെ കേരള ബാങ്കും, ഈ രണ്ട് ബാങ്കുകളാണ് ഇതിൻ്റെ സ്പോൺസർമാരായിട്ട് ഉണ്ടായിരുന്നത്. ആ സ്പോൺസർമാർ പണം കൃത്യമായി തന്നെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പണം തിരികെ, ചിലവാക്കിയ പണം തിരികെ ദേവസ്വം ബോർഡിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ആ 2 കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. സ്പോൺസർമാരെ കണ്ടെത്തി അവർ നൽകിയ പണം എവിടെ പോയി, അധിക തുക എവിടെയാണ് ചെലവായത് എന്ന കാര്യത്തിൽ ഇനിയൊരു വ്യക്തത നൽകേണ്ടത് സർക്കാരാണ്. അതിന് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ മന്ത്രി VN വാസവന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിലേക്കൊന്ന് പോകാം. ദേവസ്വം ബോർഡ് അന്ന് സർപ്ലസ് ഫണ്ടിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊടുത്ത 3 കോടി രൂപയുണ്ട്. അത് തിരികെ നൽകി എന്നതായിരുന്നു. പക്ഷേ ഇന്ന് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് അവർ നല്ല വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന വിശദീകരണം ഞാൻ വിശദീകരിക്കേണ്ടത്. മന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡ് ഇതിലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്, താൻ അല്ല ഇപ്പോൾ ഈ വിഷയം പറയേണ്ടത് എന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭയിൽ പണം തിരികെ നൽകി എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടി നൽകിയ മന്ത്രി എന്തുകൊണ്ട് ഇപ്പോൾ മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്ന കാര്യം കൂടി പ്രസക്തമാണ്.